നമസ്കാരം. മഴത്തോരു മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കണേ. സ്റ്റാൻലിയുടെ വീട്ടിലെ ജോലിക്കാരെല്ലാം തട്ടിപ്പുകാരാണെന്നുള്ള കാര്യം നമ്മുടെ അലീന കണ്ടെത്തുകയും അത് കൈയോടെ പിടിച്ച് അവർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ താക്കീതെല്ലാം നൽകുന്നത് നമ്മുടെ സ്റ്റാൻലി അറിയാതെയാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് സ്റ്റാൻലി ആ നിമിഷം തന്നെ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകും എന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് സ്റ്റാൻലിയിൽ നിന്നും മറച്ചു വെച്ചത്. കുട്ടിച്ചായ അലീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഈ കള്ളത്തരങ്ങളെല്ലാം പിടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഔദക്കുട്ടിച്ചായന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഔദക്കുട്ടി അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്റ്റാൻലിയെ അറിയിക്കണ്ടേ എന്നുള്ള കാര്യം. പക്ഷെ അലീനയാണെങ്കിൽ വേണ്ട വല്യപ്പച്ച, അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമാണോ മോളെ? ഇത്രയും നാള് അവന്മാരെയൊക്കെ കൂടെ നിർത്തിയത് ലാലിച്ചൻ അവന്മാര് വിശ്വസ്തരാണെന്ന് കരുതിയിട്ടാണ്. എന്നാ അവന്മാര് ശുദ്ധ തെണ്ടിത്തരല്ലേ മോളെ ചെയ്തത്. അവനെന്തായാലും ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. അവരെ വിശ്വസിച്ച് ഇത്രയും നാള് അവൻ കൂടെ നിർത്തിയതല്ലേ. എന്നാ അവന്മാര് ചെയ്തതോ? ഇതെല്ലാം കേട്ട അലീനയാണെങ്കിൽ വെല്ലിപ്പച്ച, തെറ്റ് ചെയ്തവര് മാത്രമല്ല കുറ്റക്കാര്, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവരും കുറ്റക്കാര് തന്നെയാണ്. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും കൈയിട്ട് വാരും എന്നല്ലേ അപ്പച്ച ചൊല്ല്. അലീന പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ഭയങ്കര അമ്പലപ്പോട് കൂടിയിട്ട് ഔദക്കുട്ടിച്ചായൻ അലീനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം തോട്ടത്തിലും ഇതുപോലെ തന്നെ വെട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ മോളെ എന്ന് ഔദക്കുട്ടി അലീന അടുത്ത് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതെന്തായാലും നമുക്ക് പിടിക്കാം. പക്ഷെ എന്തായാലും ഇപ്പൊ വേണ്ട. കാരണം എല്ലാവരും നമ്മുടെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അവരെ എല്ലാവരും നമ്മുടെ കൂട്ടത്ത് ചേർക്കണം. അലീന പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ഔദക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ തലയാട്ടുവാണ് കേട്ടോ എല്ലാത്തിനും. അതേസമയം നമ്മുടെ പൗലോസ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ പെട്ടിയെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നേരെ സ്റ്റാൻലിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ പൗലോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലീന പറയുന്നത് പോലെയാണ് ഇനി അടുക്കളയിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്, അവളെ അനുസരിക്കണം, അല്ലാത്തവർക്ക് ഇവിടുന്ന് പോകാം എന്നുള്ള കാര്യം. ആ കാര്യം കേട്ടിട്ടാണോടാ നീ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടി ഇറങ്ങിയെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോ, അയ്യോ അല്ല, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. ഇന്നലെ രാത്രി വരെ നിനക്ക് വീട്ടിൽ പോകുന്ന ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്നലെ പെട്ടെന്ന് ബോധോദയം വന്നതാണോടാ എന്നൊക്കെ സ്റ്റാൻലി നമ്മുടെ പൗലോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ കുറച്ചു നേരം മൗനമായിട്ട് നിൽക്കുകയും എന്നതിന് ശേഷം മുതലാളി എനിക്ക് ഒരു 5000 രൂപ തരുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കേട്ടതും നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ 5000 രൂപ എടുത്ത് അവന്റെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് നമ്മുടെ പൗലോസ് നേരെ ചെല്ലുന്നത് രാജപ്പന്റെയും അതുപോലെ തന്നെ ബൈജുവിന്റെയും അരികിലേക്കാണ്. പൗലോസിനെ കണ്ട ഉടനെ തന്നെ ബൈജു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ കേണൽ സാബ് അറിഞ്ഞോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതുവരെ എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പൗലോസ് ഏട്ടൻ പോയിട്ട് തിരികെ വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും പൗലോസ് ആണെങ്കിൽ എന്റെ പട്ടി തിരിച്ചു വരും, ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ അയാള് എന്റെ വില എന്താണെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. അല്ല പൗലോസേട്ടാ, പോകുന്ന കാര്യത്തെ കുറിച്ച് കേണലിനെ എടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല, ഞാന് പോയിട്ട് തിരികെ വരും എന്നാണ് പറഞ്ഞത്. എന്തായാലും രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഞങ്ങളെ എപ്പോഴാണ് ഫയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ എന്നൊക്കെ അയച്ചു ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോ, ഇട്ടിട്ട് പോടാ ഇവിടുന്ന്, നീ നല്ലൊരു ഡ്രൈവറല്ലേ, നിനക്ക് ഇവിടുന്ന് പോയാലും നല്ല ജോലി കിട്ടില്ലേടാ, പിന്നെ എന്താണ് പ്രശ്നം? രാജപ്പന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തിനാടാ ഈ പട്ടികളെ നോക്കിയിട്ട് ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോയി കൂലിപ്പണി എടുത്തു കഴിഞ്ഞാലും നിനക്ക് ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടില്ലേടാ. എന്തായാലും ഞാൻ പോവുകയാണ്, ഇനി കണ്ടാലായി കണ്ടില്ലെങ്കിൽ ആയി എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവിടുന്ന് നടന്നു പോവുകയാണ്. പിന്നെ ഒരു വൈകുന്നേരം ആയി കാണും കേട്ടോ. ആ സമയത്താണ് കുറച്ച് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ആരായിരിക്കും എന്നുള്ള കാര്യം ഔദക്കുട്ടി കർട്ടൻ നോക്കി നോക്കുന്ന സമയത്ത് 2 കാറും ജീപ്പും അതുപോലെ തന്നെ ഒരു ബൈക്കും ഉണ്ട് കേട്ടോ. ആരാണ് വെല്ലിപ്പച്ച വന്നതെന്ന് അലീന ചോദിക്കുമ്പോ, കാണണമെങ്കിൽ നീ വാ എന്ന് പറഞ്ഞ് അലീനയും കർട്ടന്റെ അരികിലേക്ക് വിളിക്കുവാണ് കേട്ടോ ഔദക്കുട്ടി. അവര് നോക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്നും ഒരു വൈദ്യൻ ഇറങ്ങുന്നുണ്ട്, അതുപോലെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകര്, പിന്നെ സ്റ്റാൻലിയുടെ വൈഫ് റീതാമ്മ, അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ 2 മക്കള്, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. റീതാമ്മയും അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ ഒരു മകളെയും നമ്മുടെ അലീനയ്ക്ക് അറിയാട്ടോ. ആരാണ് സ്റ്റാൻലിയുടെ ഭാര്യ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ആകാംക്ഷ തോന്നുന്നുണ്ട്. ചോദിക്കുമ്പോ കാണിച്ചു തരാം, എന്തായാലും നീ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. എന്നിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഔദക്കുട്ടി ഇറങ്ങിയിട്ട് ഹാളിലേക്ക് നടക്കുന്നുണ്ട്. മുറിയുടെ വാതില് നമ്മുടെ ഔദക്കുട്ടിയാണെങ്കിൽ അടയ്ക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് കയറി വരുന്ന എൽസമ്മ, നമ്മുടെ സ്റ്റാൻലിയുടെ വൈഫാണെങ്കിൽ ആ കതക് തുറന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ.
അലീന ജനലരികിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണുന്നില്ല. അങ്ങനെ റൂമിന്റെ നടുക്കേക്ക് വരുന്നുണ്ട്. അവരോടൊപ്പം 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് സ്റ്റാൻലിയുടെ മകൾ ടാനിയാണ്. ഓൾറെഡി നമ്മുടെ അലീന കണ്ടിട്ടുണ്ട്. പിന്നിൽ മറ്റൊരു കുട്ടിയും കൂടി ഉണ്ട്. സ്റ്റാൻലിയുടെ ഇളയ മകളാണ്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നെഗമൊക്കെ കടിച്ചിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയെ കാണുകയും ദാ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എൽസമ്മ ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് തിരിയുവാണ്. ആരും പരിചയപ്പെടുത്താതെ തന്നെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവാണ് ഇതാണ് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ വൈഫ്. അവര് തന്റെ അമ്മയുടെ സ്ഥാനത്താണല്ലോ. അത് മാത്രമല്ല മറ്റു 2 പെൺകുട്ടികളും അവളുടെ സ്വന്തം അനുജത്തിമാരും. അലീനയാണെങ്കിൽ എൽസമ്മയുടെ അരികിലേക്ക് ചെല്ലുകയും അവര് അലീനയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടേക്ക് ഇരിക്കാമല്ലോ എന്ന് അലീന പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആ ദേഷ്യഭാവം ഉണ്ടല്ലോ മുഖത്ത് അലീനയ്ക്ക് നല്ല പ്രകടമായിട്ട് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് എന്തെങ്കിലും ദേഷ്യത്തിൽ പറയും എന്നുള്ള മട്ടിലാണ് അലീന ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അവര് ആ ഒരു ദേഷ്യഭാവമൊക്കെ ഒഴിവാക്കി ശാന്തമാവുന്നുണ്ട്. നമ്മുടെ ടെൽസി ആണെങ്കിൽ അവിടെ സോഫയിൽ ഇരിക്കുന്നു, അവിടെ കാല് കയറ്റി ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബെഡിലൊന്ന് ചാടി ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ടെൽസ എന്ന് ഉച്ചത്തിൽ വിളിക്കുവാണ്. അത് കേട്ട് അവള് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അമ്മയെ നോക്കുവാണേ. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് അവധക്കുട്ടിയും അതുപോലെ തന്നെ റീത്താമ്മയും കൂടി കയറി വരുന്നുണ്ട്. റീത്താമ്മ അലീനയെ കണ്ട ഉടനെ തന്നെ ഭയങ്കര ദേഷ്യഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നതിനു ശേഷം എൽസമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടല്ലോ മതി വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. നാളെ പോകുന്ന ടെൽസിയാണ് കേട്ടോ അലീന നോക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി പോകുന്നത് പോലെയൊക്കെയാണ് അവരുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്. അവൾക്ക് ഏകദേശം 17 വയസ്സോളം തോന്നിക്കുന്നുണ്ട്. പക്ഷെ അത്രയും മാനസിക വളർച്ചയില്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലത്തെ കുട്ടികളെ അലീന പണ്ട് ഒരുപാട് കണ്ടിട്ടുമുണ്ട്. പോയി കഴിഞ്ഞ ശേഷം അവധക്കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൽസമ്മയെ കണ്ടോ എന്നുള്ള കാര്യം. ആ കണ്ടു, വ്യക്തമായിട്ട് കണ്ടോ? ആ കണ്ടു. അവൾ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവിടെ വന്നതില് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ കുറച്ച് പാർട്ടിക്കാരും പിന്നെ അവരുടെ വികാരിയച്ഛനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവർക്കെല്ലാം ചായ എടുക്കട്ടെ എന്നുള്ള കാര്യം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്. എന്തിന്? അവരെ ലാലിച്ചിനെ നിർത്തി പൊരിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ല. നീയാണ് അവരുടെ മെയിൻ ശത്രു. ലാലിച്ചിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടികളെയും പേടിച്ചിട്ടാണ് അവര് നിന്നെ കൊല്ലാതെ വിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും വല്യപ്പച്ച പറയരുത് എന്ന് അലീന പറയുന്നുണ്ടെങ്കിലും മോളെ നിനക്ക് അറിയാഞ്ഞിട്ടാണ്, ചട്ടമ്പികളാണ് അവര്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ ഒരാളെ പീഡിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ പാതി വെച്ചിട്ട് അങ്ങ് നിർത്തുവാണ് കേട്ടോ അവധക്കുട്ടി. വേണ്ട മുഴുവൻ ഞാൻ പറയുന്നില്ല, മോള് ഇവിടെ എങ്ങാനും ഇരുന്നാ മതി. ലാലിച്ചൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവധക്കുട്ടി ലാലിച്ചിന്റെ അരികിലേക്ക് പോവാണേ. പോകുന്ന സമയത്ത് അവധക്കുട്ടി വാതില് അടച്ചിട്ടാണ് കേട്ടോ പോയത്. കുറച്ചു സമയം കഴിയുന്ന സമയത്ത് ആരോ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ചിങ്ങനെ തിരിക്കുന്നത് പോലെ നമ്മുടെ അലീനയ്ക്ക് തോന്നുവാണേ. അലീന വാതിലിന്റെ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഡോർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിലൂടെ അലീന ഒരു ചിരിച്ച മുഖം കാണുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി വാതിൽ തുറക്കുമ്പോൾ അലീന ഇങ്ങനെ വിളിക്കുവാണേ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ടെസ്സയാണ്. പക്ഷെ അവള് കുറച്ച് മടിച്ച പോലെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അലീന ഒന്നുകൂടി വിളിക്കുമ്പോഴേക്കും അലീനയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ടെസ്സ. അവളെ അരികിലേക്ക് വിളിച്ചിരുത്തി അലീന ചോദിക്കുന്നുണ്ട് മോളുടെ പേരെന്താണെന്ന്. എൽസ. മോൾക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീനയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അങ്ങനെ ടെൽസ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പപ്പയുടെ മോളാണോ എന്ന്. അലീന അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീനയാണെന്നുണ്ടെങ്കിൽ അവളുടെ ചെവിന്റെ അവിടെയുള്ള മുടിയൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്ത് അവളുടെ കവിളത്തൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ട്. ചേച്ചിക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കുവാണേ. ഇല്ല, എന്താ മോളേന്ന് അലീന ചോദിക്കുമ്പോ ചേച്ചിയുടെ കൈക്ക് നല്ല ചൂടുണ്ട്, നല്ല സുഖം. അവളെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും വിളിക്കുന്നതല്ല. അങ്ങനെ അവളെ ഇങ്ങനെ അലീന തലോടൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ അരികിലേക്ക് ചേർന്നിരിക്കുവാണേ. അങ്ങനെ അവള് ചേർന്നിരിക്കുന്നതൊക്കെ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുവാണ്. അതുമാത്രല്ല അവള് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ എന്ന്. അലീന വരുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും റീത്താമ്മയുടെ ഒച്ചത്തിലുള്ള വിളി വരുവാണ് കേട്ടോ, ടെൽസ എന്ന് പറഞ്ഞുകൊണ്ട്. ആ വിളി കേട്ട ഉടനെ തന്നെ ടെൽസയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ആന്റി വിളിക്കുന്നുണ്ട് പിന്നെ വരാ എന്ന് പറഞ്ഞിട്ട് അവള് അവിടുന്ന് വേഗം ഓടി പോകുന്നുണ്ട്. അലീനയുടെ അരികിൽ പോയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് റീത്താമ്മയാണെങ്കിൽ ടെൽസയെ ശകാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാൻലിയും വന്നിരിക്കുന്ന എല്ലാ പടകളും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതില് MLA ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്, ഞങ്ങള് വന്നെന്നറിഞ്ഞിട്ടും സ്റ്റാൻലി എന്താണ് പുറത്തോട്ട് വരാതിരുന്നത് എന്നുള്ള കാര്യം. ഞങ്ങൾ സോൾജിയേഴ്സ് ശത്രുക്കളെ അങ്ങനെ സ്വീകരിച്ചിരുത്താറില്ല. സ്റ്റാൻലിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ MLA ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോ വെടിയുണ്ടകൾ മാത്രം ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്ന്. അതിനൊന്നും മറുപടി നൽകാതെ സ്റ്റാൻലി എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലിയോടൊപ്പം 2 നായ്ക്കളും ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് MLA ആണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ വികാരിയച്ഛനെയൊക്കെ തന്നെ റീതാമ്മയും അതുപോലെ തന്നെ എൽസമ്മയും ടാനയെയും ടെൽസയും എല്ലാവരും ഒരു സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ടെൽസ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ടാനി അവളെ പിടിച്ചിരുത്തുവാണ്. അതിന്റെ ദേഷ്യം തീർക്കുന്ന രീതിയിൽ അവള് നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വികാരിയച്ഛനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുവാണ് കേട്ടോ, സ്റ്റാൻലി എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം എന്ന്. ഇവിടെ എന്ത് വിശേഷമാണ്, കുറെ മദ്യത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം എന്റെ ഫ്രണ്ട്സ് കൊണ്ടു തന്നതാണ്. പണ്ടത്തെ പോലെ കസ്റ്റംസ് പിടിച്ച അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പൊ കിട്ടാറില്ല. അച്ഛനൊന്ന് ചമ്മിയെങ്കിലും ആ ചമ്മൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി വലിയ തമാശക്കാരനാണ്. പക്ഷെ സ്റ്റാൻലി തമാശ പറയാണെന്നുള്ള കാര്യം നമുക്ക് തോന്നില്ല. അത് കഴിഞ്ഞ് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, സ്റ്റാൻലി ഇവിടെ ഒറ്റയ്ക്കാണോ താമസം എന്നുള്ള കാര്യം. അല്ലല്ല, എന്റെ കൂടെ വേറെ മനുഷ്യന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പക്ഷികളുണ്ട്. അത് കഴിഞ്ഞ് ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം എന്ന് ചോദിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് പരിഹസിക്കരുത്. ഉടനെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ കൂടെ താമസിക്കാത്ത എന്നുള്ള കാര്യം സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് അവരടുത്തല്ലേ ചോദിക്കേണ്ടതെന്ന് സ്റ്റാൻലി. ശരി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളുടെയും കൂടെ താമസിക്കാത്തതെന്ന് വീണ്ടും അവർ ചോദിക്കുവാണേ. എനിക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭാര്യയും അവരുടെ ബന്ധുക്കളും കൂടി കുത്തിവെച്ചിരിക്കുന്ന വിഷം കൊണ്ട് നിങ്ങൾ എന്റെ മുമ്പിൽ ഛർദ്ദിക്കാൻ വരരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ആ സ്ത്രീ തുടങ്ങുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളാരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ട് വന്ന അതിഥികളെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കച്ച കിട്ടി എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നവരാണെന്ന് എനിക്കറിയാം. അങ്ങനത്തെ നിങ്ങളടുത്ത് എന്ത് മാന്യമായിട്ടുള്ള സംസാര രീതിയാണ് ഞാൻ സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്തായാലും തുടങ്ങിക്കോളൂ. അല്ല സ്റ്റാൻലി, നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ, അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരരുത്. അത് കഴിഞ്ഞ് വികാരിയച്ഛനാണ് കേട്ടോ സംസാരിക്കുന്നത്. സ്റ്റാൻലി, നിങ്ങളുടെ വൈഫ് എന്നെ വന്ന് കണ്ടിരുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട്. ഇത് കേട്ട സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ മതി, കൂടുതൽ വിശദീകരണത്തിന്റെ കാര്യമില്ല. എന്റെ ഭാര്യ കുമ്പസാരക്കൂടിന് മുമ്പിൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അച്ഛൻ അൾത്താരയുടെ മുമ്പ് ചെന്ന് പ്രസംഗിക്കുന്നതോ അല്ല കുടുംബകാര്യങ്ങള്. അച്ഛൻ വിഷയത്തിലേക്ക് വന്നോളൂ. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെൺകുട്ടി വന്ന് താമസിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു. അതില് സ്റ്റാൻലിയുടെ വൈഫിനും അതുപോലെ ബന്ധുക്കൾക്കും ചില പരാതികളുണ്ട്. അതിനിടയ്ക്ക് സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്, അവളെ ഇവിടുന്ന് പുറത്താക്കണം, പിന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി തിരികെ എത്തുന്നുണ്ട്. ഒപ്പം വന്നിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് എല്ലാവരും സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അലീനയെ വിളിച്ചുകൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റാൻലി പോയിട്ടുണ്ടായിരുന്നത്. അലീനയെ എല്ലാവരും കാണുന്ന രീതിയിലാണ് കൊണ്ടുപോയിട്ട് സ്റ്റാൻലി നിർത്തുന്നത്. അലീനയാണെങ്കിൽ ചെറിയൊരു ഭയത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇങ്ങനൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല, ഇപ്പോ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പറയാണ്, ഇവള് എന്റെ മകളാണ്, പേര് അലീന, വയസ്സ് 24. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും അലീനയെ പരിചയപ്പെടുത്തുവാണല്ലോ. എല്ലാവരും തന്നെ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന ഒന്നുകൂടി പപ്പയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുവാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങൾ കാണും എന്നുള്ള കാര്യം അറിയാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ഇങ്ങനൊരു മകള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയില്ലായിരുന്നു. അവൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഓർഫനേജിലായിരുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു എഫ്ഐആർ ഉണ്ടായിരുന്നു എന്നും ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് ഇവൾ. പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ വേണ്ടി പറ്റിയില്ല. ഉടനെ തന്നെ എൽസമ്മയുടെ ഒരു ആങ്ങള എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ കഥയൊന്നും ഇതിനു മുമ്പ് ആരും പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും പറയാണ്ടിരുന്നത് എന്നുള്ള കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ അതിലൊന്നും ഇപ്പൊ ഇനി പ്രസക്തിയില്ല. അതൊക്കെ ഇരിക്കട്ടെ, സ്റ്റാൻലിക്ക് പകരം എൽസമ്മയ്ക്കാണ് വിവാഹത്തിനു മുമ്പ് ഇങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും സ്റ്റാൻലിയുടെ പക്ഷം എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് സ്റ്റാൻലി കൊടുക്കുന്ന മറുപടി, ഞാനിപ്പോ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കും ഉണ്ട്, എന്നെ കൊല്ലുക ഒഴികെ. ഇനി ഇവള് എന്റെ മകളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് സാമ്പിളുമായിട്ട് നിങ്ങൾ തിരുവനന്തപുരം വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ DNA ടെസ്റ്റ് നടത്തുന്ന സ്ഥാപനമുണ്ട്. ഉടനെ തന്നെ ആ വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാള് അവള് ഓർഫനേജിലാണെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയുള്ള അവളെ അവിടെ തന്നെ അങ്ങ് വിട്ടാ പോരായിരുന്നു, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നത്? ഒരു അനാഥയെ പോലെ അപ്പനും അമ്മയും ആരാണെന്നുള്ള കാര്യം അറിയാതെ ജീവിച്ചവളാണ് എന്റെ മകള്. അത് അവളുടെ തെറ്റല്ല, മറ്റ് പലരുടെയും തെറ്റാണ്. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവളും അല്ല ഇവള്. ഉടനെ വികാരിയച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ കോൺവെന്റിലേക്ക് മറ്റെങ്ങോട്ടേക്കെങ്കിലും
മാറ്റി താമസിപ്പിച്ചൂടെ എന്നുള്ള കാര്യം. അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നും കൂടി വികാരേശൻ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അച്ചോ ഒന്നും വിചാരിക്കരുത്, അവളെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് എന്റെ മകളോടൊപ്പം ജീവിക്കുന്നതാണ് ഇഷ്ടം. അത് മാത്രമല്ല അവള് സുഖത്തോടും സന്തോഷത്തോടു കൂടി എന്റെ കൺമുമ്പിൽ ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഞാൻ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും മനസ്സിൽ പോലും ചിന്തിക്കേണ്ട. ഞാൻ എന്തായാലും അവളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുമില്ല. അത് കേട്ട ഉടനെ അലീനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിറകണ്ണോടുകൂടെ തന്നെ തന്റെ പപ്പയെ നോക്കുവാണേ. അത് കഴിഞ്ഞ് അലീനയുടെ അടുത്ത് മോള് പോയിക്കോ, ഇവർക്ക് ചായ ഇട്ട് കൊടുക്കണമെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ശരിയെന്ന മട്ടില് അലീന തലയാട്ടിയിട്ട് അവിടുന്ന് പോകുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുക, ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഉടനെ തന്നെ എന്ത് ചോദിക്കാനുണ്ടെന്ന് എന്റെ മോളെടുത്ത് നിങ്ങൾ ആരും ചോദിക്കുകയും വേണ്ട, ഒന്നും പറയുകയും വേണ്ട. മോശമായിട്ടുള്ള ഒരു വാക്കോ നോട്ടവും പോലും ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. അതും കേട്ട് നമ്മുടെ അലീന അവിടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിക്ക് ഇവള് മാത്രമല്ലല്ലോ വേറെയും മക്കളുണ്ടല്ലോ എന്ന് വികാരിയച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് സ്നേഹം കൊടുക്കാറില്ലല്ലോ എന്നുള്ള മട്ടില് സ്നേഹം അങ്ങനെ വെറുതെ വിളമ്പാനുള്ളതല്ല എന്നാണ് നമ്മുടെ സ്റ്റാൻലിയുടെ പക്ഷം കേട്ടോ. 24 വർഷം മുമ്പ് സ്റ്റാൻലിക്ക് ഒരു കയ്യബദ്ധം പറ്റി. പക്ഷെ അതിനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, എത്ര നാണക്കേടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. എന്തായാലും തനിക്ക് അങ്ങനെ ഒരു കാര്യം പറ്റി, ഇനിയിപ്പോൾ അത് ഒരിക്കലും പറ്റിയില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി എന്താ പറഞ്ഞു വരുന്നത്, അവളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കില്ല എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലിയുടെ മറുപടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കൾ 5 വീതിക്കണം. 4 ഭാഗം എൽസമ്മയ്ക്കും മക്കൾക്കും. അപ്പോ ബാക്കിയുള്ള ഒരു ഭാഗമോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അത് സ്റ്റാൻലിക്ക്. അപ്പോ അലീനയ്ക്കോ? സ്റ്റാൻലിയുടെ വീതം സ്റ്റാൻലിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ, അതല്ലേ സ്റ്റാൻലി ന്യായം എന്ന് ചോദിക്കുമ്പോ ഓ അങ്ങനെയാണോ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കള് ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത്? അത് എന്റെ മക്കൾക്ക് കൊടുക്കണോ ഇനി കടലിൽ കൊണ്ടുപോയിട്ട് കലക്കണോ എന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ കൂടെ വന്നുള്ള ഒരുത്തും പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഒരു പരമ്പരാഗത രീതി ഉണ്ടല്ലോ അപ്പന്മാരുടെ സ്വത്ത് മക്കൾക്കാണ് എന്നുള്ള കാര്യം, അല്ലാതെ ആരും കടലിലും കൊണ്ടുപോയിട്ട് ഒഴുക്കാറൊന്നുമില്ല. മരിച്ചതിന് ശേഷം ഇനി ആ സ്വത്തുക്കൾക്ക് വേറെ അവകാശികളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വന്നാലോ എന്നൊക്കെയാണ് കേട്ടോ അവരുടെ പക്ഷം. കാരണം സ്റ്റാൻലിക്ക് ഇപ്പം ഓൾറെഡി വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതോട് കൂടിയിട്ട് ആ അടിസ്ഥാന വിശ്വാസം തകർന്നു പോയല്ലോ. അച്ഛൻ പറഞ്ഞത് പ്രകാരം സ്റ്റാൻലിയുടെ അടിത്തറ വിശ്വാസം തകർന്നത് 24 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് എൽസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മുടെ സ്റ്റാൻലിക്ക് അറിയത്ത് പോലുമില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവര് ജീവിതം തുടങ്ങിയത്. എന്നിട്ട് ഇത്രയും കാലമായിട്ടും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊന്നുമല്ല കാര്യം. അവരുടെ പക്ഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ അവര് വിചാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻലിയുടെ സ്വത്തുക്കളെല്ലാം ഭാര്യയ്ക്കും അതുപോലെ മക്കൾക്കും എന്നാണല്ലോ. എന്നാ ഇപ്പോ ഒരവകാശി കൂടി വന്നു, അതാണ് അവർക്ക് പ്രശ്നം. അല്ലാതെ അലീന അവിടെ വന്നതല്ല പ്രശ്നം. അവരുടെ സ്വത്തുക്കൾക്ക് ഒരു അവകാശം കൂടി വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എൽസമ്മ പോയിട്ട് ബിൽഗേറ്റ്സിനെ കല്യാണം കഴിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാകും. അവരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാൻലി. ഇത് കേട്ട വികാരിയച്ഛനാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളെന്താ സ്റ്റാൻലി ഞങ്ങളെ കളിയാക്കണോ എന്നാണ്. ഉടനെ തന്നെ സ്റ്റാൻലിയും പറയുന്നുണ്ട് അതിലെന്താ ഇത്ര സംശയം, ഭർത്താവിന്റെ സ്വത്തുക്കളാണ് സുരക്ഷിതത്വം എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യയെ കല്യാണം കഴിച്ചതാണ്, അവളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചതാണ് എന്റെ ഏറ്റവും വലിയ തോൽവി. സ്റ്റാൻലി അങ്ങനെ പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റാൻലിക്കുണ്ട്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്റ്റാൻലിക്ക് തന്നെയാണുള്ളത്. പക്ഷേ സ്റ്റാൻലിയുടെ ഓരോരോ പ്രവൃത്തികള് അവരെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. എൽസമ്മയുടെയും മക്കളുടെയൊക്കെ നോട്ടം ആ റബ്ബർ തോട്ടത്തിലേക്കാണ്. അത് കൈവിട്ടു പോകുമോ എന്ന്. ഞാൻ മരിക്കുന്നതൊന്നല്ല അവരുടെ പ്രശ്നം, മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റബ്ബർ തോട്ടം കൈവിട്ടു പോകുമോ എന്നുള്ളതാണ് അവരുടെ ഭയം. സ്റ്റാൻലിയുടെ കടമ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വികാരിയച്ഛൻ പറയുമ്പോഴേക്കും സോറി ഫാദർ, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന 2 കാര്യങ്ങളും എന്തായാലും നടക്കില്ല. 1, എന്റെ മകളെ ഇവിടുന്ന് പുറത്താക്കുക, അത് നടക്കില്ല. 2, സ്വത്തുക്കൾ പങ്കുവെക്കുക, അതും നടക്കില്ല. നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ആവശ്യം ന്യായമാണെന്ന് പറയുമ്പോൾ സോറി, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ, അതുകൊണ്ട് പോകാം. എന്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് ചെയ്യുന്നതിൽ അതിൽ ഒരു കുറവും ഇന്നേ വരെ ഞാൻ വരുത്തിയിട്ടില്ല. അങ്ങനെ എങ്ങനെ നിർത്താൻ വേണ്ടി പറ്റുമോ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ എന്ന് സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതിലിനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അങ്ങ് പോകുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയെ തടഞ്ഞു നിർത്തുവാണേ. അപ്പോഴേക്കും അത്രയും നേരം ശാന്തനായിട്ട് നിന്ന 2 നായ്ക്കള് അങ്ങ് മുരങ്ങിക്കൊണ്ട് അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ആ നിൽപ്പ് അത്ര പന്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി എല്ലാവരും ഭയത്തോടെ ഇങ്ങനെ നിൽക്കുവാണേ.
അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. മഴ തോരും മുമ്പേ സീരിയലിന്റെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ മുന്നേ അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.